Welcome to the class on repeated questions of third semester BA English. അതിൽ വരുന്ന English grammar and usage. This is the third video of the series. I have already done 2 videos and I got very good response. Before that, I want to tell you something. 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2021-ലും 22-ലും വന്നത്. ഇത് അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം ആവർത്തിക്കുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. This is just to give you an awareness. അത് ഞാൻ തുടക്കം എടുത്തെടുത്ത് പറയുന്നത് എന്തെന്നാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് ഇതിൽ ചോദ്യങ്ങൾ വന്നില്ല എന്ന് പറഞ്ഞ് ഡിസപ്പോയിന്റഡ് ആവരുത്. സോ ദിസ് ഈസ് ജസ്റ്റ് ഫോർ റെഫറൻസ്. ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ബിഫോർ ഐ സ്റ്റാർട്ട് ദ ക്ലാസ്, ഐ വാണ്ട് ടു താങ്ക് യു ഫോർ ബീങ് ഹിയർ വിത്ത് മീ ആൻഡ് ലേണിംഗ് ഫ്രം മീ. I think you already know me. Still, my name is Pradeep Hariharan. I'm an assistant professor of English and I also do a lot of coaching. Before I start, I want to ask you a question. Are you a generous person? If you're a generous person, I want you to like the video and subscribe to my channel if you haven't done so. Because when you subscribe or click like, YouTube shows it to many other students like you. And by doing that, you are helping a lot of other students. Can you do that? Okay. അപ്പോൾ ആദ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ 2 വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് റൈറ്റ് എ സെന്റൻസ് ദാറ്റ് ഹാസ് എ മെയിൻ ക്ലോസ് ആൻഡ് വൺ ഡിപെൻഡന്റ് ക്ലോസ്. ഇത് പല കുട്ടികളും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാല്യൂ ചെയ്തപ്പോൾ എഴുതി കണ്ടില്ല, അല്ലെങ്കിൽ തെറ്റായിട്ടാണ് എഴുതിയത്. I do a lot of valuation. Okay. അപ്പോൾ റൈറ്റ് എ സെന്റൻസ് ദാറ്റ് ഹാസ് എ മെയിൻ ക്ലോസ് ആൻഡ് വൺ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ മെയിൻ ക്ലോസ് എന്താ നമുക്കറിയാം. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ് ദാറ്റ് ഹാസ് എ സബ്ജക്ട് ആൻഡ് വേർബ്. ഡിപെൻഡന്റ് ക്ലോസും അത് തന്നെയാണ്, പക്ഷേ ഇറ്റ് കനോട്ട് എക്സ്പ്രസ് എ കംപ്ലീറ്റ് തോട്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് സെക്കൻഡ് വീഡിയോയിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഭാഗത്ത് ഉത്തരമുണ്ട്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. യു സ്റ്റാർട്ട് വിത്ത് an idea that you know. For example, she likes to play the piano. Okay. Then think of a related idea whenever she is stressed. For example, I enjoy reading books. Okay. Whenever I get time. Or I love playing cricket. Whenever I get time. Or you can say, I love buying books despite I have no money. അപ്പോൾ ഒരു സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് 2 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ തെറ്റിക്കരുത്. വളരെ സിമ്പിൾ ആണ്. കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടുപോകണം. സെക്കൻഡ് വീഡിയോയിൽ ആ സബോർഡിനേറ്റീവ് കൺജങ്ഷൻ എന്നുള്ള ഭാഗത്താണ് കിടക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് വിച്ച് ടെൻസ് ഈസ് യൂസ്ഡ് ഇൻ ദ സെന്റൻസ് ചോദ്യം ചോദിച്ച് കണ്ടു. ടെൻസ് നിങ്ങൾക്ക് എന്തായാലും അറിയാമെന്ന് അറിയാം, പക്ഷെ എന്നാലും ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ആങ്സൈറ്റി കൊണ്ട് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചുള്ള ചോദ്യങ്ങൾ ഇതിനു മുമ്പ്, ഐ ഹാഡ് കോൾഡ് ഹിം സെവറൽ ടൈംസ്. മാഷ ഹാസ് ബീൻ പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് ദ ബെയർ. അപ്പൊ ഹാഡ് കോൾഡ് എന്താണ്? യാ, യു ഗോട്ട് ഇറ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. ഹാസ് ബീൻ പ്ലേയിങ്, യാ, യു ഗോട്ട് ഇറ്റ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ആ ചാർട്ട് ഒന്നുകൂടി ഞാൻ നമുക്ക് കാണിച്ചു തരാണ്. നമുക്ക് ആകെ 3 ടെൻസ് ഉള്ളൂ എന്നറിയാം. ഇപ്പൊ നടന്നത്, ഇന്നലെ നടന്ന്, നാളെ നടക്കാൻ പോകുന്നത്. പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. 4 ആക്ഷൻസേ പോസിബിൾ ആയിട്ടുള്ളൂ. അത് പ്രസന്റിലാണെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാര്യം, പ്ലേസ്, പ്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വിരാട് കോഹ്ലി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അദ്ദേഹം ക്രിക്കറ്റ് കളിക്കും, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്, കളിക്കും എന്നാണ് അർത്ഥം. ഓക്കെ. ഈസ് പ്ലേയിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഹാസ് പ്ലേഡ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് തന്നെയാണ് വിരാട് കോഹ്ലിയുടെ പറഞ്ഞത്. പക്ഷേ വിരാട് കോഹ്ലി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഷോസ് ഹിസ് എബിലിറ്റി ടു പ്ലേ ക്രിക്കറ്റ്. ഹാസ് പ്ലേഡ് എന്ന് പറഞ്ഞാൽ ഹി ഹാസ് ബീൻ പ്ലേയിങ് ഫോർ സം ടൈം. ഓക്കെ. ഇനി ഒരു മത്സരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് 1 മണിക്കൂറായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയും? വിരാട് കോഹ്ലി ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 1 hour എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. ഇതേ കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുകയാണെങ്കിൽ, ഇപ്പം ഇന്നലെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ കളി ഉണ്ടായിരുന്നു. അപ്പോൾ വിരാട് കോഹ്ലി ബാറ്റ് ചെയ്തൊന്നും എനിക്കറിയില്ല ഇന്നലെ കേട്ടോ. ഐ വാസ് വാച്ചിങ് രോഹിത് ശർമ്മ. രോഹിത് പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ എന്നൊക്കെ പറയാം. കാരണം ഇന്നലെ നടന്നൊരു ആക്ഷനാണ്. ഇന്നലെ ഇതേ സമയത്ത് ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ ദേ വേർ പ്ലേയിങ് ക്രിക്കറ്റ്, അത് കൃത്യമായിട്ട് നോക്കണം. പിന്നെ ഹാഡ് പ്ലേഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ ചോദിക്കാറില്ല. സാധാരണ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ചോദിക്കാറുള്ളത്. പക്ഷെ ഫോം അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇല്ലെങ്കിൽ ഈ ഭാഗം പോസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് പോകാൻ പാടുള്ളൂ. ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇവിടെ തെറ്റ് വരുന്നത് നമുക്ക് മോശമാണ്. ദെൻ നിങ്ങൾക്ക് ഞാൻ കുറച്ച് എക്സസൈസ് തരാണ്. ഇത് വീഡിയോ പോസ് ചെയ്ത് ചെയ്തിട്ടേ പോകാവൂ. കാരണം ഗ്രാമർ എന്ന് പറയുന്നത് നീന്തൽ പോലെയാണ്. നോക്കി പഠിക്കാൻ പറ്റില്ല, ചെയ്തേ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് കം ടു ദ തേർഡ് വൺ. ഇത് വളരെ ട്രിക്കി ആയിട്ടൊരു സംഭവമാണ്. പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇത് അഡ്ജക്റ്റീവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന ചോദ്യം, മായ ഈസ് ബോൾഡർ ദാൻ എനി അതർ സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ്. റീറൈറ്റ് ഇൻ ടു പോസിറ്റീവ് ഡിഗ്രി. അതിനാൽ മുമ്പത്തെ വർഷം വന്നത്, വിമല ഈസ് ദ ബെസ്റ്റ് ഡാൻസർ അമംഗ് ദ ഗ്രൂപ്പ്. റീറൈറ്റ് ദ സെന്റൻസ് ഇൻ ടു കമ്പാരിറ്റീവ് ഡിഗ്രി. അപ്പോൾ ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് പോകാം.
മായ ഈസ് ബോൾഡർ ദാൻ എന്ന് പറഞ്ഞിട്ട് അത് പോസിറ്റീവ് ആക്കണമെങ്കിൽ ഈ ബോൾഡർ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ ബോൾഡ്, ബോൾഡർ, ബോൾഡസ്റ്റ് 3 പോസിബിലിറ്റീസ് ആണ് അതിനുള്ളത്. അപ്പോൾ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താവണം? ബോൾഡർ ബോൾഡ് ആവണം. അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ മായ ഈസ് ബോൾഡർ ദാൻ എനി അതർ സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ എനി അതർ എന്ന് വരുമ്പോൾ നോ അതർ സ്റ്റുഡൻറ് ഈസ് ബോൾഡ് ആസ് ബോൾഡ് ആസ് മായ, സോറി, നോ അതർ സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ് ഈസ് ആസ് ബോൾഡ് ആസ് മായ എന്നാണ് എഴുതേണ്ടത്. ഇതേ ഇത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇനി വിമല ഇസ് ദ ബെസ്റ്റ് ഡാൻസർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ബെസ്റ്റ്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ നമുക്ക് അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അവിടെ ബെറ്റർ ഡാൻസർ എന്നാണ്. വിമല ഈസ് എ ബെറ്റർ ഡാൻസർ ദാൻ എനി അതർ ഇൻ ദ ക്ലാസ്. ഇനി ഞാൻ ചെറിയൊരു ഇത് കൂടി പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നു. കാരണം പരീക്ഷയുടെ തലേദിവസമോ പരീക്ഷയുടെ മുമ്പോ പെട്ടെന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. 3 ഡിഗ്രീസ് ഓഫ് അഡ്ജക്റ്റീവ്സ് ആണുള്ളത്. അത് ഒന്ന് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ക്വാളിറ്റി പറയാണ്. ഫോർ എക്സാമ്പിൾ, ദ കാറ്റ് ഈസ് ക്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിന്റെ ഒരു ക്വാളിറ്റി. ഓക്കെ, ഇപ്പോൾ മായ ഈസ് എ ഗുഡ് ഡാൻസർ എന്ന് പറയുമ്പോൾ അതൊരു ക്വാളിറ്റിയാണ്, പോസിറ്റീവ്. ഇനി നമുക്കത് കമ്പയർ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ദിസ് കാറ്റ് ഈസ് ക്യൂട്ടർ ദാൻ അതർ വൺ. ഓക്കെ, നേരത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? മായ ഈസ് ബെറ്റർ ഡാൻസർ ദാൻ എനി അതർ സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നമ്മളവിടെ കമ്പയർ ചെയ്തു, മായും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തു. ഇനി നമുക്ക് സൂപ്പർലേറ്റീവ്, ഹീസ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയും? ദ കാറ്റ് ഈസ് ദ ക്യൂട്ടസ്റ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് 3 ഡിഗ്രി വരുന്നത്. അതായത് ഒരു ക്വാളിറ്റി 1ഉം 2ഉമായിട്ട് ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ് ആവും, പിന്നെ അത് സൂപ്പർലേറ്റീവ് ആവുന്നു, ഹയസ്റ്റ് ക്വാളിറ്റി. അങ്ങനെ 3 ക്വാളിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞത് കൊണ്ട് മുഴുവനാവില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സസൈസ് തരാണ്. പോസ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ നോക്കാം. ദ ബുക്ക് ഈസ് ഡാഷ് ഇൻട്രസ്റ്റിംഗ് ദാൻ ദ വൺ ഐ റെഡ് ലാസ്റ്റ് വീക്ക്. എന്താണ് ഇത്? ഐ വാണ്ട് യു ടു മേക്ക് ഇറ്റ് എ കമ്പാരിറ്റീവ് ആണ്. അപ്പോൾ ദ ബുക്ക് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ വൺ ഐ ലാസ്റ്റ് വീക്ക്. മൈ സിസ്റ്റർ ഈസ് ഡാഷ് ദാൻ ഐ ആം. മൈ സിസ്റ്റർ ഈസ് ടോളർ ദാൻ ഐ ആം. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ വാക്കുകളാണെങ്കിൽ ടോൾ, നീറ്റ് എന്നുള്ളത് നീറ്റർ, നീറ്റസ്റ്റ് എന്നാവും. 2 സിലബിൾസ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് എന്നാണെങ്കിൽ മോർ ഇൻട്രസ്റ്റിംഗ്, മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, അങ്ങനെയാണ് ഇത് വരുന്നത്. The movie was dash exciting than the one I watched yesterday. അപ്പോൾ the movie was more exciting. Your handwriting is neater than. The new restaurant is more expensive than. Are you getting the point, dears? ഇത് ഇനി സൂപ്പർലേറ്റീവ് ആണ്. ഇവിടെ ഷീ ഈസ് ദ മോസ്റ്റ് ഇന്റലിജന്റ് സ്റ്റുഡൻറ്. ഇത് നിങ്ങൾ പോസ് ചെയ്ത് നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കത് പരീക്ഷ കിട്ടില്ല. അതിന്റെ ആൻസേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു വരാറുണ്ട്. ഇത് നമുക്ക് ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല. എന്നാലും ഇതിൽ വന്നിട്ടുള്ള 2 ഇത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം വന്നിട്ടുള്ളത് ഹെർ പേരൻസ് വാണ്ട് ദാറ്റ് ഷീ സ്റ്റഡീസ് മോർ ബട്ട് ഷീ ഈസ് വെരി ലേസി എന്നുള്ളതാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ അതിൽ യാതൊരു തെറ്റും തോന്നില്ല. പക്ഷെ ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹെർ പാരൻസ് വാണ്ട് ഹെർ ടു സ്റ്റഡി എന്നുള്ളതാണ് മോർ ബിക്കോസ് ഷീ ഈസ് വെരി ലേസി. അതിന്റെ കാര്യം വാണ്ട് ദാറ്റ് എന്നുള്ളത് തെറ്റല്ല, കറക്റ്റ് അല്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഹെർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഹെർ ടു സ്റ്റഡി മോർ ബട്ട് ഷീ ഈസ് വെരി ലേസി. സെക്കൻഡ് വൺ, ഷീ യൂസ് ടു ഗോ ടു ചർച്ച് ഒക്കേഷണലി എന്നുള്ളതാണ്. ആ സെന്റൻസ് ശരിക്കും കറക്റ്റ് ആണ്. പക്ഷേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന വാല്യുവേഷൻ കീയിൽ ഷീ വെൻ ടു ചർച്ച് ഒക്കേഷണലി എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 എഴുതിയവർക്കും ഞങ്ങൾ ആൻസർ കൊടുത്തു, മാർക്ക് കൊടുത്തു. അങ്ങനെയാണ് സംഭവിച്ചത്. നൗ കം ടു ടാഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടാഗ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ അറിയാം. ദ ബോയ്സ് വെൻ ടു പ്ലേ ദേ ഷുഡ് ഗെറ്റ് വാക്സിനേറ്റഡ്. ഇതാണ് കഴിഞ്ഞ 2 വർഷം ചോദിച്ചിരുന്നത്. അപ്പോൾ ദ ബോയ്സ് വെൻ ടു പ്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പോസിറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആവും. ഡിഡൻറ്റ് ദേ, വെന്റ് എന്നുള്ളത് ബ്രേക്ക് ചെയ്തു. സെക്കൻഡ് വൺ ഈസി ആയിരുന്നു, ദേ ഷുഡ് ഗെറ്റ് വാക്സിനേറ്റഡ്, ഷുഡൻ ദേ. അപ്പോൾ ഇതിന് ചെറിയൊരു ലെക്ചർ കൂടി ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാലോ 4 ലോസ് ആണ് ഇതിലുള്ളത്. ഒന്ന്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആവും. ഷീസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഈസിൻറ്റ് ഷീ എന്ന് നമ്മൾ എഴുതണം. ആ ഈസ് എന്നുള്ള ഓക്സിലറിനെ നമ്മൾ നെഗറ്റീവ് ആക്കി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ദേ ഡോണ്ട് ലൈക്ക് കോഫി എന്നാണെങ്കിൽ ഡു ദേ എന്നാണ് ചോദിക്കേണ്ടത്. കാരണം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ നമുക്ക് ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാനാണെങ്കിൽ ഇംപറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. ക്ലോസ് ദ ഡോർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ സാധാരണ പോസിറ്റീവ് ടാഗാണ് വരുന്നത്. വിൽ യു എന്നാണ്. വോണ്ട് യു എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ ചിലപ്പോൾ ഐ ആം, ഐ ഹാവ്, ഐ ഡു എന്ന് വെച്ച് വരികയാണെങ്കിൽ അതിൻ്റെ ഇത് ഐ ആം എന്നാണ് വരുന്നതെങ്കിൽ ഐ ആം എ ഗുഡ് പ്ലെയർ, ആറിൻ്റെ ഐ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതാക്കാൻ വേണ്ടി ഞാൻ ഇംപറേറ്റീവ് സെന്റൻസിൽ വരുന്ന ഒരു 10 എണ്ണം നിങ്ങൾക്ക് എക്സാമ്പിൾ തരാണ്. ക്ലോസ് ദ ഡോർ, വിൽ യു എന്നുള്ളതാണ്. ഫിനിഷ് യുവർ ഹോംവർക്ക്, വോണ്ട് യു. പാസ് മീ ദ സോൾട്ട്, വുഡ് യു. ഡോണ്ട് ഫർഗെറ്റ് ടു കോൾ. ഓക്കെ, അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വോണ്ട് യു എന്ന് ചോദിച്ചാലും കുഴപ്പമില്ല.
then please be on time. Can you help me with this? Could you? Don't be late. Will you? Open the window. Would you? Keep the noise down. Can you? Let me know your decision. Won't you? അപ്പോൾ ഇത് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ്. ഇൻ കേസ് ഇംപറേറ്റീവ് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം എന്ന് വേണ്ടിയിട്ടാണ്. ദെൻ ഞാൻ നിങ്ങൾക്ക് ഒരു എന്താ പറയുക എക്സസൈസ് തരുന്നുണ്ട്. Pause the video. Again, I'm saying, and I want you to do this, because if you don't do this and go to the exam, you will not remember, because you're studying a lot at the last time. I know, because I have studied like that. That's why I can really feel how you feel right now. So with that, I want to thank you once again for being here with me and learning from me. Please do like, comment, and share, because as I told you, I need your help. And I'll certainly come up with another video soon. Until then, this is your teacher, Pradeep Hariharan, signing off.